എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ 5ാമത്തെ ചാപ്റ്ററായി ഇലക്ട്രോ കെമിസ്ട്രി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? വൈദ്യുത രസതന്ത്രം എന്നും പറയും കേട്ടോ. വൈദ്യുത രസതന്ത്രം. അപ്പൊ എന്താണ് വൈദ്യുത രസതന്ത്രം അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ആ പേരിൽ തന്നെയുണ്ട് ഇലക്ട്രോ കെമിസ്ട്രി എന്നാണ്. അതായത് ഇലക്ട്രോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് എനർജി ആണ് അല്ലെ. ഇലക്ട്രിക് എനർജി എന്നാണ് കെമിക്കൽ റിയാക്ഷൻസ് ആക്കി മാറ്റുകയാണ്. അതായത് ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു എന്ന് പറയാം. മനസ്സിലാവുന്നു? അതായത് ഒരു കാര്യം. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് വഴി ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ വൈദ്യുത രസതന്ത്രം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് വഴി എന്താണ് ഇലക്ട്രിക് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? നമുക്കറിയാം ഈ ചിത്രം കണ്ടോ? ഇത് നിങ്ങളെല്ലാം കാണുന്ന പലപ്പോഴും കണ്ടിട്ടുള്ള ചിത്രമായിരിക്കും അല്ലെ. നമുക്കറിയാം ബാറ്ററി എന്താണ് ഇവിടെ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് കാറിനെ ചാർജ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലെ. അതായത് ബാറ്ററി ഡിസ്ചാർജ് ആയിപ്പോയി, കാറിന്റെ ബാറ്ററി ഡിസ്ചാർജ് ആയിപ്പോയി. അതിനെ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതുപോലെ വേറൊരു ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യും. മനസ്സിലാവുന്നല്ലോ? അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമുക്ക് നമ്മുടെ വീടുകളിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഫോണ്, കാൽക്കുലേറ്റർ അല്ലെങ്കിൽ എന്താണ് ലാപ്ടോപ്പ്, ഇതിലൊക്കെ എന്തുണ്ട്? ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് അല്ലെ. അത് ചാർജ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. ഇതിൽ നമുക്കറിയാം ഫോണിലാണെങ്കിലും എന്താണ് നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പം ചാർജ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ ചാർജ് ചെയ്ത് എങ്ങനെയാണ്? അതവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് അവിടെ അങ്ങനെയുള്ള ഡിവൈസസിനൊക്കെ എന്താവശ്യമായിട്ടുണ്ട്? ഒരു ബാറ്ററി ആവശ്യമായിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കണ്ടോ. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഹൗ എ സെൽ സ്റ്റോർസ് ഇലക്ട്രിക് എനർജി ആൻഡ് മേക്ക് ഇറ്റ് അവൈലബിൾ ആസ് റിക്വയർഡ്? അതായത് നമ്മൾ എങ്ങനെയാണ് വൈദ്യുതോർജ്ജം ശേഖരിച്ചു വെക്കുകയും ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നത്? അതെങ്ങനെയാണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ്. അതായത് എന്താണ് പറയാം? വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയാം കേട്ടോ. അങ്ങനെയുള്ള വൈദ്യുത രാസപ്രവർത്തനങ്ങൾ വഴിയാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ബ്രാഞ്ച് ആണ് കേട്ടോ. വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡീസ് ഓൺ ദ പ്രോസസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ത്രൂ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് യൂസ് ഇലക്ട്രിസിറ്റി ടു ബ്രിങ് അബൌട്ട് കെമിക്കൽ റിയാക്ഷൻസ്. അതായത് എന്താണ്? രാസമാറ്റത്തിലൂടെ വൈദ്യുതി നിർമ്മിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ. കെമിക്കൽ റിയാക്ഷൻസിലൂടെ വൈദ്യുതി ഇലക്ട്രിക് എനർജി നിർമ്മിക്കുന്നു. അതുപോലെ വൈദ്യുതി ഉപയോഗിച്ച് രാസമാറ്റം ഉണ്ടാകുന്നത്. അതായത് ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചിട്ട് എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ, ഈ രണ്ട് കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഒരു അറേഞ്ച്മെന്റിലാണ് നടക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നും പറയും. വൈദ്യുത രാസ സെല്ലുകൾ എന്നാണ് പറയുന്നത്, ഇലക്ട്രോ കെമിക്കൽ സെൽ. ക്ലിയർ ആണല്ലോ? അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമേ പഠിക്കാനുള്ള കാര്യമാണ് ഇതാ ഇവിടെ നോക്കിയ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് പറഞ്ഞു. അപ്പൊ അതായത് ഇലക്ട്രിക് എനർജിനെ കെമിക്കൽ റിയാക്ഷൻസിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് വഴി ഇലക്ട്രിക് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നി. അപ്പൊ അങ്ങനെയുള്ള സെൽസിനെ നമ്മൾ എന്താ പറയും? ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഇലക്ട്രോ കെമിക്കൽ സെൽസ് 2 തരമുണ്ട്. നോക്കി ഏതൊക്കെയാണ്? ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും. ഓക്കെ ആണല്ലോ? ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക് എനർജി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രോ കെമിക്കൽ സെൽസ് ഏതാണ്ട് 2 തരത്തിലുണ്ട്. ഗാൽവാനിക് സെല്ലും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് സെല്ലും. ഓക്കെ ആണല്ലോ? ഗാൽവാനിക് സെല്ല് അത് തന്നെയാണ്. ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ന് ഞാൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് പറയും കേട്ടോ. വൈദ്യുത വിശ്ലേഷണം കേട്ടോ. വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്നും പറയും കേട്ടോ. വൈദ്യുത വിശ്ലേഷണ സെല്ലുകളാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റിക് സെല്ല്. ക്ലിയർ ആയല്ലോ? ഇവിടെ ആദ്യമേ നമ്മൾ പഠിക്കുന്ന ഗാൽവാനിക് സെല്ലാണ്. ഈ ഗാൽവാനിക് സെല്ലിൽ നടക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് വഴി എന്താണ് ഇലക്ട്രിസിറ്റി കേട്ടോ, ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഗാൽവാനിക് സെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ക്ലിയർ ആയ പറഞ്ഞത്? കെമിക്കൽ റിയാക്ഷൻസ് നടത്തിട്ട് അവിടെ ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. നേരെ തിരിച്ചാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ എന്താണ്? ഇലക്ട്രിക് എനർജി ഉപയോഗിക്കും കേട്ടോ. ഇവിടെ നടക്കുന്നത് ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചിട്ട് എന്താണ് ചില കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടത്തും. ക്ലിയർ ആയല്ലോ?
അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ആദ്യം ഓർത്തിരിക്കുക, ഗാൽവാനിക് സെൽ എന്ന് പറയുമ്പോൾ ഓർത്തോണം എന്താണ് ജനറേറ്റ് എന്താണ് ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി എന്ന് പറയാം ഗാൽവാനിക് സെൽ. അപ്പം ആദ്യമേ നമുക്ക് പഠിക്കാനുള്ള ഏതാണ് ഗാൽവാനിക് സെല്ലിനെ കുറിച്ചാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓർത്തോണം, ഗാൽവാനിക് സെൽസ് ആർ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഗാൽവാനിക് സെൽ എന്ന് വെച്ചാൽ എന്താണ് കൺവേർട്ട് കെമിക്കൽ എനർജി ഇല്ല ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുവാണ് എന്നൊരു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ഗാൽവാനിക് സെല്ലാണ് ഡാനിയൽ സെല്ലോട്ട്. ഇതൊക്കെ 1 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ് ബെസ്റ്റ് അല്ലെങ്കിൽ എക്സാമ്പിൾ ഫോർ ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ ഏതാണ് ഡാനിയൽ സെല്ലോട്ട്. ഓർത്തോണം, ഡാനിയൽ സെൽ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഗാൽവാനിക് സെൽ. ക്ലിയർ ആയല്ലോ? അപ്പൊ എങ്ങനെയാണ് ഒരു ഡാനിയൽ സെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്ലിയർ ആയല്ലോ? ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ ഗാൽവാനിക് സെല്ലാണ്, അതായത് കെമിക്കൽ റിയാക്ഷൻസ് വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗാൽവാനിക് സെല്ലാണ് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമുക്ക് നിർമ്മിക്കാമെന്ന് നോക്കാം. അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബീക്കർ വേണം, സിങ്ക് റോഡ്, കോപ്പർ റോഡ്. ബീക്കർ 2 എണ്ണം വേണം കേട്ടോ. സിങ്ക് റോഡ് വേണം, കോപ്പർ റോഡ് വേണം, പിന്നെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഒരു സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എന്താണ് സൊല്യൂഷൻ ഉണ്ടല്ലോ, 2 സൊല്യൂഷൻ തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ് NH4Cl KCl KNO3. ഇത് ഈ സോൾട്ട് ബ്രിഡ്ജിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇത് കോപ്പർ വയേഴ്സ് വേണം, ഗാൽനോമീറ്റർ, വോൾട്ട് മീറ്റർ, LED ബൾബ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിനു വേണ്ടത് നമ്മുടെ ഡാനിയൽ സെല്ല് ഇല്ലേ, ഡാനിയൽ സെല്ല് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ഡാനിയൽ സെല്ല് നിർമ്മിക്കുന്നത് നോക്കാം. അതാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ 2 ബീക്കർ ഉണ്ട് ഇല്ലേ, 2 ബീക്കർ. ഇതാ ഇവിടെ ഒരു ബീക്കർ, ഇതൊരു ബീക്കർ കേട്ടോ. ഇങ്ങനെ ഒരു ബീക്കർ എടുത്തു. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ബീക്കർ എടുത്തു. ഒരു ബീക്കറിന്റെ അകത്ത് നമ്മള് ഇതാ നോക്കുക, ഇതിന്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. ZnSO4 സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. ഇതിന്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് കോപ്പർ സൾഫേറ്റ് ആണ് കേട്ടോ, CuSO4 കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഒന്നിന്റെ അകത്ത് നമ്മൾ സിംഗിൾ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, രണ്ടാമത്തേന്റെ അകത്ത് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. അതിലേക്ക് കണ്ടില്ലേ എന്താണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ്റെ അകത്ത് നമ്മളൊരു സിങ്കിന്റെ ഒരു റോഡ്, സിങ്ക് ഒരു മെറ്റലാണ്, ഒരു മെറ്റൽ റോഡ്, സിങ്കിന്റെ ഒരു മെറ്റൽ റോഡ്, ഇത് സിങ്ക് ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ അകത്ത് നമ്മൾ കോപ്പറിന്റെ ഒരു റോഡ്, കോപ്പർ മെറ്റലാണല്ലോ, അപ്പൊ കോപ്പറിന്റെ ഒരു റോഡ് നമ്മൾ അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചു. മനസ്സിലായല്ലോ? എന്നിട്ട് അതിനൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി നമ്മളൊരു വയർ അല്ലെ, ഒരു കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ഒരു ബൾബ് കേട്ടോ. ഇതൊരു ബൾബാണ്, ബൾബിന്റെ സിമ്പിൾ ആണ് കേട്ടോ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ഒരു ബൾബാണ്, ഒരു ബൾബ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ ഈ സൊല്യൂഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പറഞ്ഞില്ലേ സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാല് ഒരു എന്താണ് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ടിഷ്യൂ അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പർ കേട്ടോ. ഫിൽറ്റർ പേപ്പർ ചുരുട്ടി വെച്ച് അതിനുള്ളിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡോ അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡോ അല്ലെങ്കിൽ എന്താണ് പൊട്ടാസ്യം നൈട്രേറ്റോ ഒക്കെ വെച്ചതിന് ശേഷം ഒന്ന് വെള്ളം തളിച്ചൊന്ന് ഈർപ്പമാക്കും. എന്നിട്ട് അത് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ സോൾട്ട് ബ്രിഡ്ജ്. അതായത് ഇവിടുത്തെ ഒരു കണക്ഷൻ ഈ ഇത് തമ്മിൽ മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു കണക്ഷൻ, ഇങ്ങനൊരു സോൾട്ട് ബ്രിഡ്ജ് അവിടെ ഉപയോഗിക്കുന്നത്. സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അലോസ് എന്താണ് അയൺസ് ടു ഫ്ലോ ബിറ്റ്വീൻ 2 സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ അകത്ത് എന്താണ് അയൺസ് ഉണ്ട്. അപ്പൊ അയൺസിനെ ഒന്ന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയാണ് ഈ സോൾട്ട് ബ്രിഡ്ജ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കിയ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷന്റെ അകത്ത് എന്തൊക്കെയുണ്ട് നമുക്കറിയാം. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷന്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് നമുക്കറിയാം. ഇവിടെ എന്താണ് സിങ്ക് സൾഫേറ്റ് ആകുമ്പോൾ എന്താണ് സിങ്ക് അയൺ ഉണ്ട്, Zn2+ അയണും ഉണ്ട്. അതുപോലെ തന്നെയാണ് SO4 അല്ലെ, SO4 2- അയണും ഉണ്ട്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. അതുപോലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അതാണെങ്കിൽ Cu2+ അയൺ അല്ലെ, Cu2+ അയണും അതുപോലെ തന്നെ SO4 2- അയണും ഉണ്ട്. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഈ കോപ്പർ വയർ ഉപയോഗിച്ച് ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ബൾബ് ഇവിടെ ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബൾബിന് എന്ത് സംഭവിക്കുന്നത്? ബൾബ് പ്രകാശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ബൾബ് അവിടെ പ്രകാശിക്കാൻ കാരണം എന്താണ്? ഇവിടെ ചിത്രം കണ്ടോ? ബൾബ് പ്രകാശിക്കാൻ കാരണം എന്താണ്? അവിടെ ഇലക്ട്രിക് കറന്റ് ഉണ്ടായതുകൊണ്ടല്ലേ, ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ഉണ്ടായതുകൊണ്ടല്ലേ. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു ഇലക്ട്രിസിറ്റി അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ബൾബ് പ്രകാശിക്കാൻ കാരണം അല്ലെങ്കിൽ ഗ്ലോ ചെയ്യാൻ കാരണം. ഇവിടെ എന്താണ് സംഭവിച്ചത്? കെമിക്കൽ റിയാക്ഷൻസ് വഴി അവിടെ ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് വഴി അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയാണ് ചെയ്തത്. ക്ലിയർ അല്ല? കെമിക്കൽ റിയാക്ഷൻസ് വഴി ഇലക്ട്രിസിറ്റി അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. അതായത് ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്താണ് സിങ്ക് റോഡാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് സിങ്ക് റോഡാണ് വെച്ചിരിക്കുന്നത്.
സിങ്കിന് ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് സിങ്കിന് ഇലക്ട്രോൺസിന് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് സിങ്കിന് കൂടുതലാണ്. അതായത് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്താനുള്ള ചാൻസ് നമ്മുടെ പീരിയോഡിക് ടേബിൾ കണ്ടപ്പം ചാപ്റ്ററിൽ പഠിച്ചതല്ലേ, സ്റ്റെബിലിറ്റി വരാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യും. അപ്പൊ സിങ്കിന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. കൂടുതലായിട്ട് എന്താണ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ മോർ റിയാക്റ്റീവ് ആണെന്ന് പറയാം കേട്ടോ. ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്താനുള്ള ഒരു ടെൻഡൻസി സിങ്കിനുണ്ട്. അപ്പം സിങ്ക് ഇലക്ട്രോൺസിനെ കേട്ടോ, സിങ്ക് ആറ്റമാണ്, സിങ്ക് റോഡിൽ നിന്നും എന്താണ് സംഭവിക്കുന്നുണ്ട്, അത് ഇലക്ട്രോൺസിനെ അവിടെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് എന്തായിട്ട് മാറും, സിങ്ക് അയൺ ഇല്ലേ, സിങ്ക് 2+ അയണായിട്ട് മാറും, 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തും ഈ സിങ്ക് റോഡിൽ നിന്നും. ക്ലിയറാണല്ലോ. എന്നിട്ട് ആ സിങ്ക് അയൺ ഉണ്ടല്ലോ അതെങ്ങോട്ട് പോകുന്നുണ്ട്, ഈ സൊല്യൂഷനിലേക്ക് പോകുന്നുണ്ട്. ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും, ഇലക്ട്രോൺസ് ദാ ഇങ്ങനെ, ഇലക്ട്രോൺസ് ദാ ഇങ്ങോട്ട് ഈ വയർ വഴി എങ്ങോട്ടുമാണ് പോകുന്നത്, ഇങ്ങോട്ട് വരും ഇലക്ട്രോൺസ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്, 2 ഇലക്ട്രോൺസ് ഇങ്ങ് വരും. അപ്പൊ ഈ ഇപ്പുറത്തേക്ക് വന്നുള്ള ഇലക്ട്രോൺസ് ഇവിടെ വന്നു ഇല്ലേ, ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ സംഭവിക്കുന്നത്, ചാർജ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ബൾബ് അവിടെ പ്രകാശിക്കാറുണ്ട്. അപ്പൊ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്, ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പം ഇലക്ട്രിക് കറണ്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്, തിരിച്ചിങ്ങോട്ടായിരിക്കും ഇല്ലേ, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതായിരിക്കണം, ഇലക്ട്രിക് കറണ്ട് ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയാണ്, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ഇലക്ട്രിക് കറണ്ട് എങ്ങോട്ടാണ്, ഇവിടുന്ന് കോപ്പറിൽ നിന്നും സിങ്കിലോട്ടാണ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കല്ല. അപ്പൊ എന്തായിട്ട് മാറും, ഈ കോപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ട് മാറും, ഈ സിങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പം സിങ്കിന് എന്ത് സംഭവിക്കും, സിങ്ക് 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നു. ആ ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും, ഈ കോപ്പർ ഇല്ലേ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് പോകും. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഇവിടെ Cu2+ അയൺ ഉണ്ടല്ലോ, മനസ്സിലാകുന്നുണ്ടോ, Cu2+ അയൺ ഉണ്ട്. ആ Cu2+ അയൺ ആ വരുന്ന ഇലക്ട്രോൺസിനെ എന്താണ് അക്സെപ്റ്റ് ചെയ്യും ഇല്ല, ഗെയിൻ ചെയ്യും. എന്നിട്ട് അതെന്തായിട്ട് മാറും, കോപ്പർ ആറ്റമായിട്ട് മാറും. ക്ലിയർ ആയ പറഞ്ഞു, ആ കോപ്പർ ആറ്റം എന്ത് ചെയ്യും, കോപ്പർ റോഡിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് നമ്മൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. ആ സൊല്യൂഷൻ ആകുമ്പോൾ അയൺസ് ആയിട്ടായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മളൊരു എക്സ്റ്റേണൽ വയർ വഴി എന്താണ് ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്, ബൾബ് ഗ്ലോ ചെയ്യുന്നു. അതിന് കാരണം എന്താണ്, സിങ്ക് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ആ ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകുന്നുണ്ട്, കോപ്പറിലേക്ക് പോകുന്നുണ്ട്. കോപ്പറിലേക്ക് വരുന്ന ആ ഇലക്ട്രോൺസിനെ Cu2+ അയൺസ് അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗെയിൻ ചെയ്തിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറും. എന്നിട്ട് ആ കോപ്പർ ആറ്റം ഈ കോപ്പർ റോഡിലുള്ളൂ, ആ കോപ്പർ റോഡിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇതോടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് സിങ്കിൽ നിന്നും കോപ്പറിലേക്കായിട്ട് മൂവ് ചെയ്യുന്നെന്ന് പറഞ്ഞു ഇല്ലേ. അപ്പം കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയാണ്, കോപ്പറിൽ നിന്നും സിങ്കിലേക്കായിരിക്കും. അപ്പൊ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറന്റ് ഫ്ലോ ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ കോപ്പറിൽ നിന്നും സിങ്കിലേക്കാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം കോപ്പർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ എന്താണ്, നെഗറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാ നോക്കുക. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഗ്ലോവിങ് ഓഫ് ദ ബൾബ്, ബൾബ് ഗ്ലോ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് നിരീക്ഷിച്ചത്, ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, വാട്ട് യു ഒബ്സർവ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ എന്ത് പറയാം, ബൾബ് ഗ്ലോസ് എന്ന് പറയാം ഇല്ലേ, ബൾബ് ഗ്ലോസ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഗ്ലോവിങ് ഓഫ് ദ ബൾബ്, ബൾബ് ഗ്ലോ ചെയ്യാൻ ഇവിടെ എന്താണ് കാരണം, ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു ഇല്ലേ, കെമിക്കൽ റിയാക്ഷൻ നടന്നു ഇല്ലേ, അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ എനർജി ഇല്ലേ, കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നുണ്ട്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറി ഇല്ലേ, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറിയപ്പോഴാണ് അവിടെ ബൾബ് ഗ്ലോ ചെയ്തത്. അപ്പം ബൾബിലൂടെ എന്താണ് വൈദ്യുത പ്രവാഹം ഉണ്ടെന്ന് മനസ്സിലായില്ലേ. ഇവിടെ ബൾബ് കത്തിയപ്പോ നമുക്ക് മനസ്സിലായി ബൾബിലൂടെ എന്താണ് വൈദ്യുത പ്രവാഹം ഉണ്ടായി. അതായത് കെമിക്കൽ എനർജി എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത നമ്മളിപ്പോ ചെയ്ത എക്സ്പെരിമെന്റ് തന്നെ, ഈ ബൾബ് മാറ്റി വെച്ചത് അവിടെ കണ്ടല്ലോ ഒരു ഗാൽവനോമീറ്റർ കേട്ടോ. ഗാൽവനോമീറ്റർ ഇങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. ഗാൽവനോമീറ്റർ ഇവിടെ ഇങ്ങനെ നീഡിൽ, ഇവിടെ ഒരു നീഡിലുണ്ട്, ഇവിടെ 0 ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കും, ഇങ്ങോട്ട് 1 2 3 ഇങ്ങനെ ഒരു നീഡിലാണ് കേട്ടോ ഗാൽവനോമീറ്റർ തന്നിരിക്കുന്നത്. അതിന് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ട്. ഈ ബൾബ് മാറ്റി വെച്ച് എന്താണ് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഇങ്ങോട്ട്, അതായത് സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ് പോകുന്നത്. അപ്പം ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയാണ്, കോപ്പറിൽ നിന്നും എന്താണ് സിങ്കിലേക്കാണ്. അപ്പം എന്താണ് പോസിറ്റീവ്, ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു, ഇത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു. ഗാൽവനോമീറ്ററിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ. അപ്പൊ പോസിറ്റീവ് എപ്പോഴും പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യണ്ടേ. അപ്പൊ ഗാൽവനോമീറ്ററിന്റെ പോസിറ്റീവ്, ഇതാണ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ ആണല്ലോ, അത് കണക്ട് ചെയ്തു.
അപ്പൊ ഗാൽവോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗാൽവോമീറ്ററിന്റെ നീഡിൽ ഞാൻ പറഞ്ഞില്ലേ, ഗാൽവോമീറ്റർ ഇങ്ങനെ ഇരിക്കും, ഇവിടെ ഇങ്ങനെ ഒരു നീഡിൽ കാണും, ഇത് 0 ആണ്, ഇങ്ങോട്ട് 1 2 3 എന്നൊക്കെ. അപ്പൊ ഗാൽവോമീറ്ററിന്റെ നീഡിൽ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഗാൽവോമീറ്റർ ഉപയോഗിക്കുന്ന പ്രസൻസ് ഓഫ് കറണ്ടിന്റെ പ്രസൻസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗാൽവോമീറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കോട്ടെ. ഗാൽവോമീറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗാൽവോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ കറണ്ട് ഉണ്ടെന്ന് ഓൾറെഡി കണ്ടു, ബൾബ് വെച്ചപ്പോൾ കറണ്ട് ഉണ്ടെന്ന് കണ്ടു, മനസ്സിലല്ലോ. ഒന്നുകൂടെ നമ്മളിന്ന് കൺഫേം ചെയ്യുവാണ്. അത് നമ്മൾ ഗാൽവോമീറ്റർ വെച്ചിട്ട്, അപ്പം അവിടെ എന്താണ് ഗാൽവോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും, ഇല്ലേ? അതെങ്ങനെയാണ്? അത് ഗാൽവോമീറ്ററിന്റെ സൂചി വലത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യും, തീരാലോ. അതായത് പോസിറ്റീവ് ടെർമിനലിന്റെ സൈഡിലേക്ക് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, തീരാലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് എങ്ങനെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ തിരിച്ച് കോപ്പറിൽ നിന്നും എന്താണ് സിങ്കിലേക്ക് വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി ഫ്ലോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയാലോ? അത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് there is a flow of electric current. നമ്മൾ ബൾബിന്റെ കാര്യത്തിൽ കണ്ടായിരുന്നു. Then separate the copper wire from the bulb and connect them to a galvanometer. And the copper rod is connected to the positive terminal of the galvanometer and the zinc rod is a negative terminal. It can be seen that point on the galvanometer is deflecting towards the right. ഗാൽവോമീറ്ററിന്റെ പോയിന്റർ എങ്ങനെയാണ് റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലായത്, ടുവാർഡ്സ് എ പോസിറ്റീവ് ടെർമിനൽ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അവിടെ നോക്കിയേ, ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഫ്രം ദ സിങ്ക് റോഡ് ടു ദ കോപ്പർ റോഡ് ആൻഡ് ദാറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമുക്കല്ലാതെ തന്നെ ഓൾറെഡി അറിയാം, സിങ്കിൽ നിന്നും ഇലക്ട്രോൺസ് പോകുന്നു എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ട്. ഇലക്ട്രോൺസ് പോകുന്ന എപ്പോഴെങ്കിലും സിങ്കിൽ നിന്നല്ലേ പോകുന്നത്, അപ്പൊ ഇങ്ങോട്ട് തന്നെയാണ് ഇലക്ട്രോൺസ് പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്താണ് ഇലക്ട്രിക് കറന്റ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അത് മനസ്സിലാക്കി. ഇനി എന്തുമാത്രം ഇലക്ട്രിക് കറന്റ് അവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഗാൽവോമീറ്റർ മാറ്റി വെച്ച് ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. വോൾട്ട് മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചതാണല്ലേ, ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ്. വോൾട്ട് മീറ്റർ എന്തിനു വേണ്ടിയാണ്? മെഷർ ചെയ്യാൻ വേണ്ടി. അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ റീഡിങ് കാണിക്കും കേട്ടോ. സപ്പോസ് എത്രയാ, ഒരു 1.1 എന്നോ ജസ്റ്റ് ഒരു വാല്യൂ എഴുതുവാണ് കേട്ടോ. ഒരു 1.1 എന്നോ അല്ല ഇവിടെ ഒരു റീഡിങ് കാണിക്കാന്ന് വിചാരിച്ചു. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോന്നിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിട്ട്. ഇങ്ങോട്ട് ജസ്റ്റ് ഞാനിപ്പോ ഒന്ന് പറയുകയാണ്, 1.1 വോൾട്ട് എന്ന് ഏകദേശം ഒരു വാല്യൂ കാണിക്കും. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ല? അപ്പം നൗ കണക്ട് എ വോൾട്ട്മീറ്റർ ഇൻസ്റ്റെഡ് ഓഫ് ദ ഗാൽവോമീറ്റർ ഷോൺ ഇൻ ഫിഗർ. ഫൈൻഡ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ്. ഈ 2 ഇലക്ട്രോഡ്സിന്റെയും ഇടയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്ത് വെച്ചാൽ മതി? ഈ വോൾട്ട്മീറ്റർ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ ബൾബ് വെച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പ്രസൻസ് ഓഫ് അല്ലെങ്കിൽ കറണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലായി ഇല്ല? അപ്പം അതുപോലെ തന്നെ ഗാൽവോമീറ്റർ വെച്ചപ്പോഴും നമുക്ക് മനസ്സിലായി കറണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് കറണ്ട് ഡയറക്ഷൻ ഒക്കെ നമുക്ക് മനസ്സിലായി. വോൾട്ട്മീറ്റർ വെച്ചപ്പോൾ എന്തുമാത്രം നമുക്ക് അവിടെ ഉണ്ടായി എന്നുള്ളത് ഇല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ വോൾട്ട്മീറ്റർ വെച്ച് നമുക്ക് ഇവിടെ മെഷർ ചെയ്യുന്ന എന്താണ്? ഇലക്ട്രോഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അതാണ് നമ്മുടെ EMF എന്നൊക്കെ പറയല്ലേ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ് കേട്ടോ നമ്മളിവിടെ കിട്ടുന്നത്. ഇതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ അത് നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ 1.1 എന്നോ ഒരു പർട്ടിക്കുലർ വാല്യൂ അവിടെ കിട്ടിയെന്ന് വിചാരിച്ചു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ 2 ഇലക്ട്രോഡിലും നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ? 2 ഇലക്ട്രോഡിൽ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്? സിങ്ക് ഇല്ലേ, സിങ്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? സിങ്ക് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് 2 ഇലക്ട്രോൺസ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലെ? എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക, റെഡോക്സ് റിയാക്ഷൻ, റിഡക്ഷനും ഓക്സിഡേഷനെ കുറിച്ചൊക്കെ പഠിച്ചതല്ല. സിങ്ക് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നുണ്ട് ഇല്ലേ? എന്നിട്ട് സിങ്ക് അയണായിട്ട് മാറുന്നുണ്ട്, ആ അയൺസ് ഈ സൊല്യൂഷനിലേക്ക് പോകും. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ കോപ്പർ എന്താണ്? കോപ്പർ ഇല്ലേ, കോപ്പർ അയൺ അവിടെയുണ്ട്. കോപ്പർ അയൺ എന്താണ്? ആ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും, നേടും. എന്നിട്ട് എന്തായിട്ട് മാറും? കോപ്പർ ആറ്റമായിട്ട് മാറും. ആ കോപ്പർ എന്ത് ചെയ്യും? ആ കോപ്പർ ഇവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കും, ആ കോപ്പറോട് അറ്റാച്ച് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം സിങ്ക് ആദ്യമേ മെറ്റൽ ആയിരുന്നു കേട്ടോ. ഇവിടെ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട് ഇവിടെ. സിങ്ക് ഇലക്ട്രോണില് സിങ്ക് ഇതുണ്ടോ, സിങ്ക് എസ് എന്ന് എഴുതിയ സിങ്ക് സോളിഡ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. സിങ്ക് സോളിഡ് അല്ലായിരുന്നു, ഇവിടെ സോളിഡ് ആയിരുന്നു. ദെൻ അതെന്താണ്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു. അപ്പൊ എന്തായിട്ട് മാറി? സിങ്ക് അയണായിട്ട് മാറി. അത് ഇങ്ങോട്ട് പോയി ഈ സൊല്യൂഷന്റെ അകത്തോട്ട് പോയി. അതാണ് AQ എന്ന് എഴുതി, അക്യൂസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയറായാലോ? അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? സിങ്ക് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു, നഷ്ടപ്പെടുത്തു. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഓക്സിഡേഷൻ അല്ലേ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുക, ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക. അപ്പൊ ഇവിടെ നടക്കുന്ന എന്താണ്?
ഓക്സിഡേഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കോപ്പർ ഇലക്ട്രോൺസിന് ഗെയിൻ ചെയ്യുക, ഇല്ല അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നടക്കുന്ന എന്താണ്? റിഡക്ഷൻ ആണ്. ഇല്ല ഇവിടെ നടക്കുന്നത് റിഡക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ സിങ്ക് ഇലക്ട്രോഡ്? സിങ്ക് ഇലക്ട്രോഡിൽ ഏതാണ് നടക്കുന്നത്? ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. മനസ്സിലായല്ലോ. കോപ്പർ ഇലക്ട്രോഡിലോ കെമിക്കൽ റിയാക്ഷൻ ഏതാണ് നടക്കുന്നത്? റിഡക്ഷൻ. അല്ലെ, കോപ്പറിൽ എന്താണ്? റിഡക്ഷൻ ആണ് നടക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ Cu2+, അതെന്താണ്? സൊല്യൂഷനിലേക്ക് കടന്ന അയൺ അല്ലേ, അപ്പൊ മറ്റേഴ്സ് ആണ്. രണ്ട് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ആറ്റമായിട്ട് അത് സോളിഡ് സ്റ്റേറ്റ് എന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്താണ് ഓക്സിഡേഷൻ ഒക്കേഴ്സ് അറ്റ് ദ സിങ്ക് ഇലക്ട്രോഡ് ആൻഡ് റിഡക്ഷൻ അറ്റ് ദ കോപ്പർ ഇലക്ട്രോഡ്. ഇല്ല, ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? ഓർത്താണ് കേട്ടോ. ഓക്സിഡേഷൻ നടക്കുന്നത് ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? സിങ്കില് നമ്മൾ കണ്ടു അല്ലെ. അതായത് Zn2+, 2 ഇലക്ട്രോൺസ് ഇല്ലേ. ദെൻ റിഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? റിഡക്ഷൻ നടക്കുന്നത് കോപ്പറിലാണ്. അതായത് കോപ്പർ അയണ് ആ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറുകയാണ്. ഇല്ലല്ലോ. അപ്പൊ ഈ ഓക്സിഡേഷൻ നടക്കുന്നതിനെ നമ്മളൊരു പേര് പറയും. ഓക്സിഡേഷൻ നടക്കുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന ആനോഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ആനോഡ്. ക്ലിയർ ആയല്ലോ. ഇനി റിഡക്ഷൻ നടക്കുന്നതിന് നമ്മൾ മറ്റൊരു പേര് പറയും. അതായത് കാതോഡ് എന്ന് പറയും കേട്ടോ. റിഡക്ഷൻ നടക്കുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? കാതോഡ് എന്നാണ് പറയുന്നത്. ഓർത്താണ് കേട്ടോ. ഓക്സിഡേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആനോഡ് എന്ന് പറയും. റിഡക്ഷൻ നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? കാതോഡ് എന്നുമാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതാ ഈ ചിത്രത്തിൽ നോക്കിയേ, ഇവിടെ ഓക്സിഡേഷൻ എവിടെയാണ് നടക്കുന്നത്? സിങ്കിനല്ല ഓക്സിഡേഷൻ നടക്കുന്നത്. സിങ്കിന് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പൊ സിങ്ക് എന്താണ്? ആനോഡാണ്. മനസ്സിലല്ലേ? കോപ്പറിന് എന്താണ് ഇവിടെ നടക്കുന്നത്? റിഡക്ഷൻ ആണ്. അപ്പം കോപ്പർ എന്താണ്? കാതോഡാണ്. ചാർജ് മനസ്സിലായല്ലേ? കോപ്പറിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ് ആണ്. നമ്മൾ പറഞ്ഞു. സിങ്കിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജുമാണ്. അപ്പൊ ആനോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആനോഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. കാതോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് ആണ്. മനസ്സിലായല്ലോ. അപ്പം ഓക്സിഡേഷൻ നടക്കുന്നതിന് നമ്മൾ ആനോഡ് എന്ന് പറയും. റിഡക്ഷൻ നടക്കുന്നതിന് നമ്മൾ കാതോഡ് എന്നുമാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ ഇലക്ട്രോൺ വെയർ ഓക്സിഡേഷൻ ഒക്കേഴ്സ് ഈസ് കോൾഡ് ആനോഡ്. ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. ഓക്സിഡേഷൻ നടക്കുന്നതിന് ആനോഡ് എന്ന് പറയും. ആൻഡ് ഇലക്ട്രോൺ വെയർ റിഡക്ഷൻ ഒക്കേഴ്സ് ഈസ് കാതോഡ്. റിഡക്ഷൻ നടക്കുന്നതിന് എന്താണ് പറയുന്നത്? കാതോഡ്. പോയിന്റുകളാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. റിഡക്ഷൻ നടക്കുന്നത് കാതോഡാണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ നോക്കി ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ ഒരു ചിത്രം വല്ലതും തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഏതാണ് കാതോഡ്, ഏതാണ് ആനോഡ്, അല്ലെങ്കിൽ എവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, എവിടെയാണ് റിഡക്ഷൻ നടക്കുന്നത് ഒക്കെ ചോദിക്കും. ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ എന്താണ് റിയാക്ഷൻ അതും എഴുതാൻ ചോദിക്കാൻ കേട്ടോ. അപ്പൊ ആനോഡിൽ എന്താണ് നടക്കുന്നത്? ഇത് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ആനോഡിൽ Zn ആണ്. അത് Zn2+ അയണും അതുപോലെ തന്നെ 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. കാതോഡിൽ എന്താണ്? അത് 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഫുൾ കെമിക്കൽ റിയാക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ആ സെൽ റിയാക്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ഇത് നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അതായത് നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന നമ്മൾ വേറൊരു പേര് പറയല്ലോ, ഓർക്കുന്നുണ്ടോ? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയല്ലേ. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് കേട്ടോ. നമ്മള് ചാപ്റ്ററിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. റിഡോക്സ് റിയാക്ഷൻ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് കേട്ടോ. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റിഡോക്സ് റിയാക്ഷൻ എങ്ങനെയാണ്? അതാ നമുക്ക് ഓക്സിഡേഷൻ ഏതാണ്? Zn2+, 2 ഇലക്ട്രോൺസിനെ ഇടുന്നുണ്ട്. ദെൻ പിന്നെന്താണ് നടക്കുന്നത്? പിന്നെ റിഡക്ഷൻ, അതായത് Cu2+, 2 ഇലക്ട്രോൺസ്. ദെൻ Cu ആറ്റമായിട്ട് മാറുന്നത് തമ്മിൽ ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. രണ്ടും കമ്പൈൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം നോക്കി കമ്പൈൻ ചെയ്യാൻ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് സൈഡിലാകുമ്പോൾ Zn+ Cu2+, 2 ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ നോക്കിയേ, ഇവിടെ എന്താണുള്ളത്? Zn2+, 2 ഇലക്ട്രോൺസ്, ദെൻ കോപ്പറും ആണുള്ളത്. അപ്പൊ 2 സൈഡിലും 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അത് പോകും അല്ലെ. പിന്നെ മിച്ചം എന്ത് വരും? Zn+ Cu2+, അല്ലെ. ഗീവ് എന്താണ് വരുന്നത്? Zn2+, Cu. ക്ലിയർ ആയല്ലോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ സ്റ്റേറ്റ് ആണ് കേട്ടോ. എസ് ഒന്നും എസ് എന്ന് വെച്ചാൽ സോളിഡ് ആണ്. Zn അല്ലേ, സോളിഡ് ആണ്, മെറ്റൽ അല്ലേ. ദെൻ Cu2+ എന്ന് പറയുമ്പോൾ അക്യൂസ് ആണ്, അയൺസ് ആയിട്ട് മാറുവാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിരിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. കെമിക്കൽ റിയാക്ഷനോടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്.
അപ്പൊ ചോദിക്കും ഇങ്ങോട്ട് ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ 2 റോഡ് തന്നിട്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കണം. അപ്പൊ അവിടെ നടക്കുന്ന ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻ, സെൽ റിയാക്ഷൻ. കേട്ടോ, ഇതിനെ നമ്മൾ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നുണ്ട്. സെൽ റിയാക്ഷൻ ഒക്കെ എഴുതാൻ ചോദിക്കും. അപ്പം ഈ രീതിയിൽ എഴുതും. ഓക്കെ ആണ്, അത് എവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഇലക്ട്രിക് കറന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിൽ എന്താണ് ഇലക്ട്രിക് കറന്റ് ഉണ്ടാകാൻ കാരണം എന്താണ്? റിഡോക്സ് റിയാക്ഷന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇലക്ട്രിക് കറന്റ് ഉണ്ടായത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സംഭവങ്ങൾ തന്നു അല്ലെ, സാധനങ്ങൾ തന്നിട്ട് എന്താണ് നമ്മളിത് ഓരോന്നോരോന്നിന് ഈ ഗാൽവോമീറ്റർ വോൾട്ട്മീറ്റർ ഒക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾ നോക്കി ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്, ഏതിനാണ് കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതലുള്ള കണ്ടുപിടിക്കാൻ അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട് കേട്ടോ. അല്ലാതെ തന്നെ നിങ്ങൾ കുറച്ച് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ സിങ്കും കോപ്പറും ആണെന്നുണ്ടെങ്കിൽ സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതലുള്ളത്. അതായത് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്താൻ കൂടുതലായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ കൂടുതലായിട്ടും ടെൻഡൻസി ഉള്ളത് സിങ്കിനാണ്. അപ്പം ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തും. അപ്പൊ എന്തായിട്ട് മാറും? അത് ആനോഡായിട്ട് മാറും. ഇനി ഇലക്ട്രോൺസിനെ നേടുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്ന എന്തായിട്ട് മാറും? കാഥോഡായിട്ട് മാറും. ക്ലിയർ ആയല്ലോ? എന്നിട്ട് പിന്നെ അതിന്റെ സെൽ റിയാക്ഷൻ, ആനോഡ് ഏതാണ്, ആനോഡ് റിയാക്ഷൻ ഏതാണ് കണ്ടില്ലേ? ആനോഡ് റിയാക്ഷൻ എഴുതുക, കാഥോഡ് റിയാക്ഷൻ എഴുതുക, സെൽ റിയാക്ഷൻസും ഇങ്ങനെ എഴുതാൻ ചോദിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതുവഴി എന്താണ്? റിഡോക്സ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. റിഡോക്സ് റിയാക്ഷൻ വഴി എന്താണ്? അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായി. കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി ഉണ്ടായി, അതായത് ഗാൽവാനിക് സെൽ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ? റിഡോക്സ് റിയാക്ഷൻ വഴിയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തത്. കെമിക്കൽ റിയാക്ഷൻ അല്ലെ, കെമിക്കൽ റിയാക്ഷൻ വഴി അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? അതാണ് നമ്മുടെ ഗാൽവാനിക് സെൽ. സിമ്പിൾ ആയിട്ടുള്ള ഗാൽവാനിക് സെല്ലാണ് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ ഇത് കൂടുതലായിട്ട് എക്സാമ്പിൾസിന് അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊന്ന് ക്ലിയർ ആക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ ഈസി ആയിട്ട് ചെയ്തു പോകാൻ സാധിക്കും കേട്ടോ. എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ ഡൗട്ട് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ ചോദിക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.